സ്നേഹവും ബഹുമാനവുമുള്ള ദേശനിവാസികളെ, പ്രിയമുള്ളവരെ, അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, സമാധാനം, സന്തോഷം ഇതൊക്കെയും നിങ്ങളേവരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തലമുറയോളം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം തിരുവചനത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പോരാട്ടങ്ങൾ എല്ലാ കാലങ്ങളിലും നടന്നുകൊണ്ടിരിക്കും. എന്നാൽ എല്ലായ്പ്പോഴും നാം വിജയിക്കണമെന്നില്ല. ഏറ്റവും അധികം നാം ഭയപ്പെടുന്നവരായി തന്നെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ നാം പരാജയപ്പെടുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നാം ജയിക്കണം, നാം ജയിച്ച് തന്നെ മുൻപോട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ദൈവത്തിനുണ്ട്. ആയതിനാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ പരാജയങ്ങളില്ല എന്ന് തന്നെ പറയണം. കാരണം ഇന്ന് നാം ലോകത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അനേകരും ജീവിതത്തിൽ മടുത്തുപോയവരും ഇനി ഒരു ജീവിതം മുൻപോട്ടില്ല എന്ന് കരുതി എവിടെയൊക്കെയോ അവരുടെ യാത്ര അവസാനിച്ചു പോയ നിമിഷങ്ങളിൽ കൂടി പിന്നെയും ഈ ലോകത്തെ പകയോടെ നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന അനേകം വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൺമുൻപിൽ ഉണ്ട്. എന്നാൽ അനേകരും, ലക്ഷോപലക്ഷം ജനങ്ങൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം അവർ പ്രത്യാശയുള്ളവരായി അവരുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളോടെ അവർ മുൻപോട്ട് ജീവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്റെ ചെറിയ സുവിശേഷ ജീവിതത്തിൽ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും വന്ന് ഇതുപോലെ പ്രസംഗം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അടുത്തു വന്നൊന്ന് പ്രാർത്ഥിക്കുവാനും ഒരു പ്രത്യാശയുമില്ല, ജീവിക്കുവാൻ തന്നെ താല്പര്യമില്ല, ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ഒന്നും തന്നെ അവർക്കില്ല. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അപ്രകാരമല്ല. പ്രിയമുള്ളവരെ, നമ്മളെ മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് പ്രചോദനം തന്നുകൊണ്ടിരിക്കും. ദൈവം നമ്മെ സഹായിക്കും. ദൈവം നമ്മുടെ കൈകളെ പിടിച്ച് നമ്മളെ മുൻപോട്ട് നയിക്കും. അങ്ങനെ ദൈവം നമ്മളെ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയവും ഉണ്ടാകുകയില്ല എന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ, നാം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് അപ്രകാരം അനുഭവിക്കുവാൻ കഴിയും എന്നുള്ളത് സത്യം തന്നെയാണ്. ആയതിനാലാണ് ഇങ്ങനെ സുവിശേഷം എല്ലായിടങ്ങളിലും പ്രചരിപ്പിക്കുന്നത്. ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ്, സ്നേഹത്തിന്റെ സന്ദേശമാണ്. നാം സമാധാനവും സ്നേഹവും അന്വേഷിച്ച് യാത്ര ചെയ്യുന്നവരാണെന്നാൽ നമുക്കത് ലഭിക്കുകയോ അത് അനുഭവിക്കുകയോ ചെയ്യുവാൻ കഴിയുന്നില്ല എന്ന് നാം നമ്മുടെ ജീവിതാനുഭവങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ആഗ്രഹിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ എനിക്ക് എത്ര ആശ്വാസമായിരുന്നു എന്ന്. എന്നാൽ ആരും നമ്മെ സഹായിക്കാൻ ഇല്ലാത്ത അനേകം അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളത് സത്യം തന്നെയാണല്ലേ.
എൻ്റെ ജീവിതവും പരിശോധിച്ച് നോക്കിയെന്നാൽ അപ്രകാരമാണ്. മുൻപോട്ട് ജീവിക്കുവാൻ യാതൊരു പ്രത്യാശയോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ ആരോ സുവിശേഷം പറയുകയും ഞാനത് വിശ്വസിച്ചേറ്റെടുക്കുകയും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുവാൻ വേണ്ടി എന്നിലുള്ള എന്നെ തന്നെ ഞാനൊന്ന് താഴ്ത്തി, ഞാനൊന്നുമല്ല, ക്ഷണികനാണ്, അല്പകാലം മാത്രം ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ ദൈവമോ അപ്രകാരമല്ല. ദൈവത്തിന് അവസാനവുമില്ല, ആദ്യവുമില്ല, അന്ത്യവുമില്ല. ആ ദൈവത്തെക്കാൾ വലിയവൻ ആരുമില്ല. ഞാൻ ഒന്നുമല്ല എന്ന് ഞാൻ തന്നെ സ്വയം താഴ്ത്തിക്കൊണ്ട് ആ സുവിശേഷകൻ പറഞ്ഞ ആ വാക്കുകൾ ഞാൻ ഏറ്റെടുക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. അതാണ് പ്രിയമുള്ളവരെ ഇപ്പോൾ ഇവിടെ വന്ന് ഒന്ന് പ്രസംഗിക്കുവാനായി എനിക്ക് കഴിയുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ ആണ്. ആയതിനാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും എന്നുള്ള സത്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും തൻ്റെ ജീവിതം ഇവിടെ നമുക്ക് വേണ്ടി ദാനമായി നൽകുകയും താൻ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി ഞാൻ വീണ്ടും വരും എന്ന് വാക്ക് പറയുകയും ചെയ്തിരിക്കുന്നു. ആയതിനാൽ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബൈബിൾ വായിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ ആ യേശുക്രിസ്തുവിനോട് കൂടെ നമുക്കും മധ്യാകാശത്തിൽ അവനോടുകൂടെ ചേരുവാനും അവസാനമില്ലാത്ത നിത്യതയിൽ യേശുവിനോടുകൂടെ വസിക്കാനും നമുക്കും എല്ലാവർക്കും അവകാശമുണ്ട്. അതിനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന് ഇവിടെ 33.5 വയസ്സ് വരെ ജീവിച്ചിരുന്ന് ദൈവരാജ്യത്തെ പറ്റി ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയും താൻ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഓരോ മനുഷ്യരെയും താൻ വസിക്കുന്ന ഇടത്തേക്ക് ചേർത്ത് കൊണ്ടുപോകുവാനുമാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയെന്നാൽ മനസ്സിലാക്കുവാൻ കഴിയും, ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാതെ മറ്റൊന്നും നമുക്ക് അവശേഷിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ പ്രയാസങ്ങളോ രോഗമോ ദുഃഖമോ ഒന്നും പിണക്കമോ പകയോ ഒന്നുമില്ലാത്ത ഒരു രാജ്യം നമുക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. ആ രാജ്യത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ ശുദ്ധിയുള്ളവരായി വിശുദ്ധരായിരിക്കണം. അശുദ്ധരായി ജീവിച്ചുകൊണ്ട് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ ദൈവരാജ്യത്തിൽ നമുക്ക് കടക്കുവാൻ കഴിയുകയില്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് സ്വയമായി നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിയുകയില്ല. അതിന് നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നതും ഇവിടെ ക്രൂശിക്കപ്പെട്ടതും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കാണിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിക്കുന്ന ഓരോ മനുഷ്യരും യേശു കർത്താവ് രണ്ടാമത് വരുമ്പോൾ വാനമേഘത്തിൽ കാഹളം ധ്വനിക്കുമ്പോൾ യേശുവിൽ വിശ്വസിച്ച് മരിച്ച് അടക്കപ്പെട്ട ഓരോ മനുഷ്യരും ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് ചേരും. അല്ലാത്തവരും ഇവിടെ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ അവർ രൂപാന്തരം പ്രാപിക്കുകയോ ദൈവത്തോട് ചേരുകയോ ചെയ്യുകയില്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, ക്ഷണികരായ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ ഒരംഗമായി ചേരുവാൻ കാത്തിരിക്കണം. അതിനായി ഒരുങ്ങിയിരിക്കണം എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളുടെ മേലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എന്നും എപ്പോഴും നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. യേശു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.